കുഞ്ഞ് ഭക്ഷണം അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. TV കാണിച്ചിരുന്നത് ഫോൺ നോക്കി കാണിച്ചിട്ട് ഇരിക്കുമ്പോഴേ കുഞ്ഞ് ഫുഡ് കാണുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളെ ഫുഡ് കുഞ്ഞിന് ടെക്സ്ചർ കുഞ്ഞ് കാണണം, ആ കുഞ്ഞിന് ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങൾ. കുഞ്ഞിന്റെ കൈ വിരലുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പലപ്പോഴും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഫീഡ് ചെയ്യുക, അതല്ലെങ്കിൽ കുഞ്ഞിനെ ഐ കോണ്ടാക്ട് ഇല്ലാണ്ട് ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിനായിട്ട് സംസാരിക്കാതെ ഫീഡ് ചെയ്യുക. ഇതെല്ലാം ശരിക്കും ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കൊടുക്കുന്ന പ്രക്രിയ മാത്രമല്ല. ഫുഡ് ഫീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു പഠനമാണ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. 6 മാസം തൊട്ട് അങ്ങോട്ട് പല രീതിയിലുള്ള ഫുഡുകൾ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. കാരണം 6 മാസം കഴിഞ്ഞ കുഞ്ഞിന്റെ ആക്ടിവിറ്റി കുറച്ച് കൂടും, ആള് വളർച്ചയുടെ പല ഘട്ടങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ മുലപ്പാൽ കൊണ്ട് മാത്രം ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല, മുലപ്പാൽ അതിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 47% കുട്ടികൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് ഈ കോംപ്ലിമെന്ററി ഫീഡ് കിട്ടുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഓയില്, മിനറൽസ് എല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തണം. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കിട്ടുന്നതും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 17% കുട്ടികൾക്ക് മാത്രമേ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടുന്നുള്ളൂ. പ്രോട്ടീൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൂംറാങ് മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ആളുണ്ട്. അദ്ദേഹം കുഞ്ഞിനെ ചോറൂണിന് പകരം അദ്ദേഹം ചെയ്തത് മുട്ട ഊണെന്നാണ്. അപ്പോൾ ദാറ്റ്സ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്. എല്ലാവരും കൂടിയിരുന്ന് വേണം കഴിക്കാനും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, ഭക്ഷണം കൊടുക്കേണ്ട രീതികൾ എങ്ങനെയാണ്, എന്ത് ഭക്ഷണം കൊടുക്കണം, ഇത് പലപ്പോഴും പല രീതികളിൽ പല വേർഷൻസിലാണ് നമ്മളെല്ലാവരും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ശാസ്ത്രീയമായ രീതി എന്താണ്? ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആലുവയിലുള്ള അപ്പെക്സ് ഹെൽത്ത് കെയറിലെ ഡോക്ടർ അനസ് കെ ആണ് ചേരുന്നത്, പീഡിയാട്രീഷ്യൻ. നമസ്കാരം. ഹലോ. ഈ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനെ പറ്റിയിട്ട് പലപ്പോഴും പല രീതിയിലും പല വേർഷൻസൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് കൊച്ചിന് ഈ ചോറും വെളിച്ചെണ്ണയും ഉപ്പും കാന്താരിമുളക് ഉടച്ചതൊക്കെ കൊടുക്കുന്നു. അങ്ങനെ വളരെ അപ്പോൾ ആ രീതി ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ രീതി ശരിയാണെന്ന് പറയുന്നൊരു വേർഷനുണ്ട്. അപ്പുറത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതിൻ്റെ ഒരു ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്രോട്ടീൻ കൊടുക്കണം, ഇത്ര എമൗണ്ട് ഫൈബർ അതിൽ ഉൾപ്പെടുത്തണം, കുറച്ച് കാർബ്സ് അതിൽ ഉൾപ്പെടുത്തണം, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരുന്ന സ്റ്റേജിലായതുകൊണ്ട് പ്രോട്ടീനാണ് എന്ന് പറയുന്ന ഒരു വേർഷൻ ഇപ്പോൾ കുറച്ച് ബിൽഡായി വരുന്നുണ്ട്. ഇതിലെ ശരിയായ വശം എന്താണ്? ഒരു കേരളത്തിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്? ഈ 6 മാസം കഴിഞ്ഞ് ഭക്ഷണത്തിലേക്ക് കടക്കുന്നതിനെ പറയാം നമ്മൾ വീനിങ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പണ്ട് യൂസ് ചെയ്യുന്നു വീനിങ് ഡയറ്റ്. അപ്പോൾ മുലപ്പാലിൽ നിന്ന് ഫുഡിലേക്ക് കുഞ്ഞിനെ ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു സ്റ്റേജ്. പക്ഷെ ഇപ്പം നമ്മൾ വീനിങ് എന്നുള്ള സംഭവം മാറ്റിയിട്ട് നമ്മളത് കോംപ്ലിമെന്ററി ഫീഡ് എന്നുള്ളാക്കിയിട്ടുണ്ട്. പൂരിതം വെച്ചാൽ മുലപ്പാലിന് ഒപ്പം തന്നെ മുലപ്പാൽ ഒട്ടും കുറക്കാതെ തന്നെ ഫീഡിങ്ങിലേക്ക് പോകാൻ വേണ്ടിയാണ് വെച്ചാൽ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത ശേഷം നമ്മൾ 6 മാസം തൊട്ട് അങ്ങോട്ട് പല രീതിയിലുള്ള ഫുഡുകൾ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. കാരണം 6 മാസം കഴിഞ്ഞ കുഞ്ഞിന്റെ ആക്ടിവിറ്റി കുറച്ച് കൂടും, ആള് വളർച്ചയുടെ പല ഘട്ടങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ മുലപ്പാൽ കൊണ്ട് മാത്രം ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല. ലൈക്ക് വൈറ്റമിൻ എ, സിങ്ക്, അയൺ, പ്രോട്ടീൻസ്, ഇതിൻ്റെ എല്ലാം എനർജി, ഇതിൻ്റെ എല്ലാം റിക്വയർമെൻറ്റ്സ് കുറച്ച് കൂടുതലായിരിക്കും. മുലപ്പാൽ അതിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 47% കുട്ടികൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് ഈ കോംപ്ലിമെന്ററി ഫീഡ് കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ആദ്യം ഒരു 2 തവണ 3 തവണ 4 തവണ ആക്കി 1 വയസ്സാകുമ്പോഴേക്കും 5 ടൈംസിലേക്ക് ഫുഡ് എത്തിക്കുന്ന ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു 47% കുട്ടികൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നുള്ളൂ. കാരണം അത് നമ്മുടെ പ്രാക്ടീസിന്റെ രീതി മോശമായതുകൊണ്ടായിരിക്കാം, അറിയാത്തതുകൊണ്ടായിരിക്കാം പല പ്രശ്നങ്ങളുണ്ടാവാം. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഓയില്, മിനറൽസ് എല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തണം. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കിട്ടുന്നതും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 17% കുട്ടികൾക്ക് മാത്രമേ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടുന്നുള്ളൂ. കുറച്ച് പേർക്ക് ചിലപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഇതിൽ കൊടുക്കുകയായിരിക്കും, ചിലപ്പോൾ കാർബ്സ് കൊടുക്കുകയായിരിക്കും, ചില കുട്ടികൾ കുറച്ച് ചിലപ്പോൾ ഇലക്കറികളിൽ കൊടുക്കുകയായിരിക്കും. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ പക്ഷേ നമ്മൾ ഫുഡിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. ഈ 4 ഐറ്റംസ് എപ്പോഴും കുഞ്ഞിൻ്റെ ഡയറ്റിൽ നിർബന്ധമായിട്ടും വേണം. കാരണം നമ്മളിപ്പോൾ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു മെയിൻ പോർഷൻ കാർബ്സ് ആയിരിക്കും, ഒരു എമൗണ്ട് പ്രോട്ടീൻസ് നിർബന്ധമായിട്ടും വേണം, നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ഇത് വേണം, ഫാറ്റ് വേണം, നമ്മുടെ ബ്രെയിനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് കൊളസ്ട്രോൾ, നമ്മൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എപ്പോഴും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ വേണം, അത് ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിൽ കാണരുത്. അതുകൊണ്ട് നമ്മൾ എഗ്ഗിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഓയിൽ, ഇതെല്ലാം സമീകൃതമായിട്ട് കുഞ്ഞിൻ്റെ
പ്രധാനമായിട്ട് ഡയറ്റിലെല്ലാം ഉൾപ്പെടുത്തണം. അത് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രധാന രീതി പറഞ്ഞാൽ ഇപ്പോൾ കുറേ നമ്മളിപ്പോൾ റാഗി കൊടുക്കും, സൂചി ഗോതമ്പ് കൊടുക്കും, ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. പിന്നെ നമ്മൾ കാർബ്സ്, അരി ആഹാരങ്ങളും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കും അല്ലേ. പക്ഷെ നമ്മളിപ്പോൾ അത് എല്ലാം സമീകൃതമാക്കാന്നുള്ളതാണ് ഒരു അമ്മയുടെ ദൗത്യം. ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പ്രോട്ടീൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൂംറാങ് മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ആളുണ്ട്. അദ്ദേഹം കുഞ്ഞിനെ ചോറൂണിന് പകരം അദ്ദേഹം ചെയ്തത് മുട്ട ഊണെന്നാണ്. അപ്പോൾ ദാറ്റ്സ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്. കാരണം പുള്ളി എവിടെ നിന്ന് പഠിച്ചെന്നോ മനസ്സിലാക്കിയെന്നോ എനിക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ നമ്മൾ എത്രയും നേരത്തെ ഈ മുട്ടയും അതുപോലെ തന്നെ മീറ്റും ഫിഷും നട്ട്സും മറ്റു ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കുഞ്ഞുങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ അലർജി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ അമ്പലങ്ങളിലെ വഴിപാടുകളും അല്ലെങ്കിൽ വേളാങ്കണ്ണിക്ക് പോണതും കുഞ്ഞിനെ ചോറുണ്ടിരുത്തും ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ പഴയ തെറ്റിദ്ധാരണകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം വൈകിച്ച് കുഞ്ഞിനെ ചോറ് പോലും കൊടുക്കാതെ പ്രോപ്പർ ഡയറ്റ് കൊടുക്കാതെ ഒരു വയസ്സിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു വയസ്സിന്റെ സമയം വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ തലച്ചോറ് ഏറ്റവും കൂടുതൽ വലുതാവുന്ന ഒരു സമയമാണ്. അപ്പോൾ കുഞ്ഞിന്റെ തലച്ചോറിന്റെ 10 സെന്റിമീറ്റർ ബ്രെയിൻ ഹെഡ് വലുതാവേണം 10 സെന്റിമീറ്റേഴ്സ് ആദ്യത്തെ ഒരു വർഷം. അപ്പോൾ ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കിട്ടായിരുന്നാൽ അത് ഫൗണ്ടേഷനിൽ കുഞ്ഞിന് വരുന്ന ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ സമയത്താണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നേരത്തെ തന്നെ. കാരണം DHA, ഒമേഗ എല്ലാം ബുദ്ധിക്ക് ആവശ്യമാണ്. പ്രോട്ടീൻസ് നമ്മളിപ്പോൾ ഈ ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും എഗ് ആണെങ്കിലും അതെല്ലാം കുഞ്ഞിൻ്റെ ബോഡി ബിൽഡിങ്ങിനും മസിൽസിനും ഒക്കെ ടിഷ്യൂ റിപ്പയറിനൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം ഇലക്കറികളിൽ നിന്നും ഒക്കെ ധാരാളമായിട്ട് കുഞ്ഞിട്ട് ഫ്രൂട്ട്സിനൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം കുഞ്ഞിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഘട്ടം ഉണ്ടല്ലോ, ഈ 1 വയസ്സിന് ശേഷം. അപ്പോഴും കുട്ടികൾ പാലുകൂടി നിർത്താത്ത അവസ്ഥ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് തുടരുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും ഇത് വലിയ പെരുമയായിട്ടൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടി 5 വയസ്സ് വരെ പാല് കുടിച്ചതാണ് അല്ലെങ്കിൽ 3 വയസ്സ് വരെ പാല് കുടിച്ചതാണ് എന്നൊക്കെ ഉള്ളത്. ഈ ബ്രസ്റ്റ് ഫീഡിങ് എവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ മറ്റ് പാലിൽ വിധങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ പശുവിൻ്റെ പാല് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എരുമയുടെ പാല് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ആട്ടുപാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലുകളിൽ ഏത് പാലാണ് ഒരു കുട്ടിക്ക് നല്ലതായിരിക്കുക? ഇതിൻ്റെ പിന്നിലെ ഒരു ശാസ്ത്രം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയുടെ പാലിൽ വൈറ്റമിൻ എയും സിങ്കും അയണും പ്രോട്ടീൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. കുഞ്ഞിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും 6 മാസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ പതുക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞിന് വേറെ കഫക്കെട്ടോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പശുവിൻ്റെ പാലൊക്കെ വേണമെങ്കിൽ ലേശം നേർപ്പിച്ചിട്ട് നമ്മൾ 1:1 നേർപ്പിച്ചിട്ട് മറ്റേ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞാൽ ഈ പിന്നീട് നമ്മളിത് കൊടുത്തു കൊടുക്കുമ്പോൾ കഫക്കെട്ട് വരുന്നു എന്നും പറഞ്ഞപ്പോഴും പ്രശ്നം പിന്നെ അത് കൊടുക്കാത്തൊരവസ്ഥ വരുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ തെറ്റില്ല. പിന്നെ വേണമെങ്കിൽ അബ്സല്യൂട്ട്ലി നമ്മുടെ പാല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അതൊരു വയസ്സ് വരെ സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും കണ്ടിന്യൂ ചെയ്യണം. 6 മാസം വരെ എങ്ങനെ കൊടുത്തോ അതുപോലെ തന്നെ വേണം 1 വയസ്സ് വരെ കൊടുക്കണം. കാരണം കുഞ്ഞിനെ നിർബന്ധമായിട്ട് അത് വേണം. 1 വയസ്സ് കഴിഞ്ഞാലും 2 വയസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ആ സമയം നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യം ഭക്ഷണം വേണം കൂടുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അവിടെ നമ്മൾ ഡേ ഫീഡ് നമ്മൾ കമ്പാരിറ്റീവ്ലി കുറയ്ക്കണം ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ. കാരണം അത് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് പിന്നെ തീർച്ചയായിട്ടും മറ്റു ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു വരത്തില്ല. അപ്പം നമുക്ക് അതിലേക്ക് കൊണ്ടുവരണം. കാരണം അതായിട്ട് നമ്മുടെ ആവശ്യം പിന്നെ അതാണ്. പക്ഷേ മുലപ്പാൽ നിർത്തണമെന്ന് പറയുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മളത് കുഞ്ഞിന് ആവശ്യമാണ്. കുറച്ച് വെള്ളവും അതുപോലെ തന്നെ മറ്റു മിനറൽസും അമ്മയായിട്ടൊരു ബന്ധവും കാര്യങ്ങളും ഇതെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പലപ്പോഴും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഫീഡ് ചെയ്യുക, അതല്ലെങ്കിൽ കുഞ്ഞിനെ ഐ കോണ്ടാക്ട് ഇല്ലാണ്ട് ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിനായിട്ട് സംസാരിക്കാതെ ഫീഡ് ചെയ്യുക. ഇതെല്ലാം ശരിക്കും ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കൊടുക്കുന്ന പ്രക്രിയ മാത്രമല്ല. ഫുഡ് ഫീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു പഠനമാണ്, അമ്മയും കുഞ്ഞിനും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അപ്പോൾ കുഞ്ഞിനെ അമ്മ പുതിയ വാക്കുകൾ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, സംസാരിക്കണം, ഐ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം അതുപോലെ കുഞ്ഞ് ഭക്ഷണം അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. നമ്മൾ കുഞ്ഞിനെ TV കാണിച്ചിരുന്നത് ഫോൺ നോക്കി കാണിച്ചിട്ട് ഇരിക്കുമ്പോഴേ കുഞ്ഞ് ഫുഡ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളെ ഫുഡ് കുഞ്ഞിന് ടെക്സ്ചർ കുഞ്ഞ് കാണണം. ആ കുഞ്ഞിന് ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങൾ, കളറ്, അതിൻ്റെ ഭംഗി അപ്പോൾ കുഞ്ഞ് കൈ കൊണ്ട് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ കൈ പറയുന്നത് നമ്മൾ കുഞ്ഞിൻ്റെ കൈ വിരലുകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഏറെ കുറേയൊക്കെ ബ്രെയിനിന് വളരെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൈ എത്ര കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നോ അത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കുഞ്ഞിന് കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുക, കുഴയ്ക്കാനും പിടിക്കാനൊക്കെ അത് 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കേ ആവത്തുള്ളൂ. ആ സമയം നമ്മൾ 6 മാസം വരെ ഇരിക്കുമ്പോൾ നമ്മൾ 6 മാസം എന്തുകൊണ്ട് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 മാസത്തിലാണ് കുഞ്ഞിനെ ചവക്കാനുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് മൗത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ നാക്ക് കൊണ്ട് ഫുഡ് റൊട്ടേറ്റ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഇരിക്കുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തോന്നിയ പോലെ ഒരു പൊസിഷനിലല്ല ഇരുത്തേണ്ടത്. 90 ഡിഗ്രി കീപ്പ് ചെയ്യണം. ബോഡി 90 ഡിഗ്രി, കാലുകൾ 90 ഡിഗ്രി,
താഴേക്ക് 90 ഡിഗ്രി. അപ്പോൾ ഈ 90 ഡിഗ്രി പൊസിഷനിലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുഞ്ഞിനെ സീറ്റിംഗ് ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് യൂട്ടൻസിൽസ് എപ്പോഴും നമ്മൾ പ്രത്യേക രീതിയിലുള്ള, എസ്പെഷ്യലി എപ്പോഴും നല്ലത് സ്റ്റീലാണെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്റ്റീൽ നമ്മൾ 5 മിനിറ്റ് വരെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ആയി കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ കുഞ്ഞിനെ ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് കൈയൊക്കെ വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കുഞ്ഞിനോട് കഥ പറഞ്ഞ് ഐ കോൺടാക്ട് ചെയ്ത് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് കുഞ്ഞിനെ ഊട്ടുകയാണെങ്കിൽ, പിന്നെ നമ്മളൊരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ആദ്യത്തെ തവണ കുഞ്ഞ് റിഫ്യൂസ് ചെയ്താലും നമ്മളത് റിജക്റ്റ് നമ്മൾ കൈവിടരുത്. ഓൺ ട്രൈയിങ് 10 തവണ 12 തവണ കൊടുത്ത ശേഷം ആൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ലെങ്കിൽ കീപ്പ് ഓൺ ട്രൈയിങ്. പിന്നെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ചിലത് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഫുഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പം അതും കൂടി ഒരു ഫുഡിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 6 മാസത്തിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ഫുഡൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന, ചെറിയ രീതിയിൽ കുഞ്ഞിന് പറ്റുന്ന രീതിയിൽ താങ്ങുന്നത്. പക്ഷെ അത് റിച്ച് ആയിരിക്കണം. നമ്മളിങ്ങനെ സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ ഒഴുകുമ്പോഴത് ഒലിച്ചിറങ്ങരുത്, കുറച്ച് അവിടെ തങ്ങി നിൽക്കണം. ഒത്തിരി ലിക്വിഡി ടൈപ്പ് ആണെങ്കിൽ അതിൽ കലോറി ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ കലോറി ഡെൻസ് ആയിട്ടുള്ള നല്ല ഫുഡ് അത് 1 സ്പൂണോ 2 സ്പൂണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അത് 2 തവണയാക്കുക. പിന്നെ നമ്മൾ പതുക്കെ ചെറിയ പാത്രത്തിൻ്റെ ഒരു 100 മില്ലി ആ ഒരു ലെവലിൽ ഒരു 400 ml കണ്ടന്റ് ഉള്ള പാത്രത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ ഫുഡ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു 8th month 9th month ഒക്കെ ആക്കുമ്പോൾ 3/4 ആക്കുക. 1 year ആകുമ്പോഴേക്കും ആ 400 കണ്ടന്റ് ഉള്ളത് അത് നമ്മൾ ദിവസത്തിൽ നമുക്കൊരു 3 to 4 times. അതിപ്പോൾ നമ്മൾ ആദ്യത്തെ 6 മാസത്തിൽ 2 നേരം ആണെങ്കിൽ 7 മാസം ആകുമ്പോൾ അത് 3 നേരം ആക്കാം. 8 മാസം ആകുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി ഒന്ന് ടൈം കൂട്ടാം, 3 നേരം എന്നുള്ളതും കൂടി അതിനൊപ്പം ഒരു ചെറിയ മിഡ് മീലൂടെ നമുക്ക് ആഡ് ചെയ്യാം. 10 മാസമൊക്കെ അയക്കുമ്പോഴേക്കും നമുക്കത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിനും ഒപ്പം തന്നെ മിഡ് മീൽ ചില ഒരു 11 o'clock 5 o'clock നമുക്ക് ഫുഡ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 1 വയസ്സാകുമ്പോഴേക്കും 5 നേരം ഭക്ഷണത്തിലേക്ക് കുഞ്ഞിനെ എത്തിക്കണം. അത് നമ്മൾ ഹോം ഫുഡിലേക്ക് എത്തിക്കണം, നമ്മുടെ ഫാമിലി പ്ലേറ്റ്. പിന്നെ 1 വയസ്സ് കഴിഞ്ഞാൽ ഫാമിലി ഫുഡ് സെർവ് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും കൂടി ഇരുന്ന് വേണം കഴിക്കാനും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുമാണ്. പിന്നെ നമ്മൾ ഫുഡ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നോൺ വെജിനെ കുറിച്ചൊക്കെ പറഞ്ഞു, മുട്ടയെ കുറിച്ചും മീനിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ അല്ലേ. നമ്മുടെ സർക്കാർ ഒരു ബുക്ക് നമുക്ക് തരുന്നുണ്ട്. എല്ലാ അമ്മമാരും പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബുക്കാണ് അമ്മയെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട്, മദർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ബുക്ക്. കണ്ടുകൊണ്ടായിരിക്കും മക്കളുള്ളവർക്ക് എല്ലാവർക്കും, ഈ കേൾക്കുന്ന എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദയവേദി ബുക്ക് വായിക്കുക. ഈ ബുക്കിൽ ഒരു സെക്ഷൻ ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഫുഡിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ 6 മാസം തൊട്ട് 9 മാസം വരെ എന്ത് കൊടുക്കാമെന്നുള്ള ഏരിയയിൽ മത്സ്യം, മാംസ്യം, മുട്ട ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ 1 വയസ്സ് വരെ ചോറൂണ് കടുത്തിട്ടില്ല, അമ്പലത്തിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ വെള്ളാങ്കണിക്ക് പോയിട്ടില്ല, കുഞ്ഞിനെ എഴുത്തിനിരുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നീട്ടിക്കൊണ്ട് പോകരുത്. അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബുക്ക് പ്രത്യേകം യൂസ് ചെയ്യുക. ആ ബുക്കിൽ അത് മാത്രമല്ല കുഞ്ഞിൻ്റെ ഹൈറ്റും വെയിറ്റ് ഒക്കെ പ്ലോട്ട് ചെയ്യാനുള്ള ഗ്രാഫുകളുണ്ട്. കേരളത്തിൽ 95% അമ്മമാരും ഈ ബുക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ ആമുഖമായിട്ട് പറഞ്ഞു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞുതരാൻ പറഞ്ഞു അല്ലേ എന്നോട്. ശാസ്ത്രീയമായിട്ടുള്ള വശം ഇത് തന്നെയാണ്. ഈ ബുക്കിൽ കറക്റ്റായിട്ട് റിസർച്ച് നടത്തിയിട്ട് അവർ ഒത്തിരി ഇൻഫർമേഷൻസ് കുത്തി നിറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരാളും ഈ ബുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അത് വാക്സിനേഷന് വേണ്ടി മാത്രം കൊണ്ടുപോകും, തിരിച്ചു കൊടുന്ന് ഷെൽഫിൽ കൊടുന്ന് വയ്ക്കും. പക്ഷേ അമ്മമാരെല്ലാവരും ഈ ബുക്ക് തുറന്ന് വായിക്കുക. നമ്മളടുത്തുള്ള അംഗനവാടികൾ, നമ്മളെല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഒരു അംഗനവാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ സർവീസസ് ഉണ്ട്. അവിടുത്തെ ഒരു രീതിയുടെ ഭാഗമാണിത്. നമ്മൾ ഈ ബുക്കുമായിട്ട് എല്ലാ മാസവും അവിടെ ചെല്ലണം, അവിടെ നമ്മൾ കോൺടാക്ട് ചെയ്യണം, ഈ ബുക്ക് അവിടെ കാണിക്കണം, കുഞ്ഞിൻ്റെ ഹൈറ്റ് വെയിറ്റും പ്ലോട്ട് ചെയ്യണം, ഈ ഫുഡിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അതിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ കുഞ്ഞിന് അയൺ കൊടുക്കുന്ന കാര്യം, മരുന്ന് എപ്പോൾ കൊടുക്കണം, എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ബുക്കിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പീഡിയാട്രിക് അസോസിയേഷൻ നമ്മളൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ 6 മാസം വരെ എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ ഇപ്പോൾ 1.5 മാസം 2.5 മാസം 3.5 മാസം വാക്സിനേഷന് വേണ്ടി വരുന്നുണ്ട്. നമുക്കൊരു കോൺടാക്ട് കിട്ടും, അവരെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുത്തിവയ്പ്പ് വരുന്നത് 10ാം മാസത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വരികയാണ്. എന്നാൽ കുഞ്ഞ് ഏറ്റവും കൂടുതൽ വലുതാവുന്ന സമയമാണോ, ഏറ്റവും കൂടുതൽ വളർച്ച നടക്കുന്ന സമയമാണ് ഇത് കുഞ്ഞ് ഡെവലപ്മെൻറ്റ്സിൽ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞത് വെച്ചാൽ 6ാം മാസത്തിലെ ഒരു ഹാഫ് ബർത്ത്ഡേ വെച്ചാൽ 1 വയസ്സിന്റെ ബർത്ത്ഡേക്ക് പകരം 1/2 വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എല്ലാ മാസത്തെയും ആദ്യത്തെ ശനിയാഴ്ച ഹോസ്പിറ്റലുകളിൽ കുഞ്ഞുങ്ങളെ വെൽക്കം ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ ആഘോഷമാക്കുകയാണ്. അപ്പോൾ ഈ 1/2 ബർത്ത്ഡേ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് 6 മാസത്തിൽ ഫുഡ് നമ്മൾ എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരു ക്ലാസ്സും ഒരു ഇൻഫർമേഷൻസും പാസ് ചെയ്ത് കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ കുഞ്ഞിൻ്റെ ആ സമയത്തുള്ള വളർച്ചയ്ക്ക്, അപ്പോൾ ആ സമയത്താണ് കുഞ്ഞ് കമന്നതും കഴുത്തുറയ്ക്കുന്നതും പല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബുക്കിൽ ഈ എല്ലാ മാസത്തെ ഡെവലപ്മെൻറ്റ്സ് വിത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇടാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരാളും ഇത് ടിക്കറ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല, കണ്ടിട്ടില്ല. കാരണം അവർ വായിച്ചു നോക്കും, ആദ്യം കിട്ടുന്ന ഒരു സന്തോഷത്തിലെല്ലാം വായിച്ചു നോക്കും, പിന്നീട് അത് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഓരോ മാസത്തെയും വളർച്ചകൾ എന്തെങ്കിലും ഒരു നാഴികക്കല്ലിൽ കുറവുണ്ടെങ്കിൽ, മൈൽ സ്റ്റോൺസ്, ആ കുഞ്ഞ് കൃത്യമായിട്ട് കഴുത്തുറച്ചിട്ടില്ല, കമന്നിട്ടില്ല, ഇരുന്നിട്ടില്ല, എഴുന്നിട്ടില്ല, നിന്നിട്ടില്ല, പിടിച്ചൊക്കെ വൈകുന്നു, ഇത് പല്ല് വരാൻ വൈകുന്നു, സംസാരിക്കാൻ വൈകുന്നു,
ഇതൊക്കെ നമ്മൾ അതിൽ ടൈംലി നോട്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര നേരത്തെ അതിനുള്ള തെറാപ്പി കൊടുക്കാം. ഏർലി റെക്കഗ്നിഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാം, ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം, ഏർലി റീഹാബിലിറ്റേഷൻ കുഞ്ഞിനെ കറക്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക്. പക്ഷെ നമ്മളിത് കാണാതെ അറിയാതെ ഇങ്ങനെ വൈകി അങ്ങ് പോവാണ്. കുറേ കഴിഞ്ഞ് ഒരു വയസ്സിൽ അറിയുന്ന കുഞ്ഞ് കമ്മിട്ടില്ല, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചിട്ടില്ല, അമ്മയായിട്ടൊരു ഐ കോൺടാക്റ്റ് ഇല്ല, അപ്പോഴാണ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരുപാട് വൈകി പോകും, അല്ലെങ്കിൽ 2 വയസ്സോ 3 വയസ്സോ ആകുമ്പോഴേക്കും. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ബുക്ക് ദയവ് ചെയ്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാ അമ്മമാർ മാത്രമല്ല, ഈ ബുക്കിൻ്റെ അകത്ത് അമ്മയുടെ പടമുണ്ട്, അച്ഛൻ്റെ പടമുണ്ട്, മുത്തച്ഛൻ്റെ പടമുണ്ട്, മുത്തശ്ശിയുടെ പടമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഈ ബുക്ക് വായിക്കുക. അതിൽ കുറച്ച് ലഘുവായ നിർദ്ദേശങ്ങളുണ്ട് കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത്, അത് ശ്രദ്ധിക്കുക. അതുകൂടാതെ അതിൽ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്, എന്തൊക്കെ കുഞ്ഞ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അബ്നോർമലായിട്ട്, അതുകൂടി മനസ്സിലാക്കിയ ശേഷം ഇതിലെന്തെങ്കിലും കുറവുകൾ കുഞ്ഞിൽ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ പീഡിയാട്രിഷ്യൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചൊരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഏത് മൃഗത്തിൻ്റെ പാലാണ് കുട്ടിക്ക് നല്ലത്, പശുവിൻ്റെ ആണോ ആടിൻ്റെ ആണോ എരുമയുടെ ആണോ, അതിലൊരു ക്ലാരിഫിക്കേഷൻ എന്താ പറയുക? അത് നമ്മളിപ്പോൾ പശുവിൻ്റെ പാലാണ് ഓൺ ആൻ ആവറേജ് ബെറ്റർ. ആട്ടുംപാൽ കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ അതിൽ ഈ ഫോളിക് ആസിഡിൻ്റെ ഒക്കെ അളവ് കുറവുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ അത് സ്ഥിരമായിട്ട് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പാൽ ഒത്തിരി കുടിക്കുന്ന കുട്ടികളാണെങ്കിലും വിളർച്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അനീമിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്, നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു 60-70% കുട്ടികൾക്കും കുറച്ച് വിളർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാനും ആഴ്ചയിൽ 2 ദിവസം എല്ലാ കുട്ടികൾക്കും അയൺ സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം. അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇനി അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണം. അത് ഡ്രോപ്സ് 1 ml ആഴ്ചയിൽ 2 days, അത് 6 മാസം തൊട്ട് 5 വയസ്സിലേക്ക് കൊടുക്കണം. ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളർച്ച ഉണ്ടാകത്തില്ല. അതുപോലെ അമ്മമാരാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഒരു ഗുളിക, 6 മാസം വരെ കൃത്യമായിട്ട് കഴിക്കണം എല്ലാ ദിവസവും. അതിന് കഴിഞ്ഞ ശേഷവും ആഴ്ചയിൽ ഒരു ഗുളിക അമ്മമാർ കഴിക്കണം എന്ന് പറയുന്നത്. കാരണം അമ്മമാർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന അയൺ കുറവുകൾ, കാരണം അനിമിക്കാണ് 60% അമ്മമാരും. അതുപോലെ ഫോളിക് ആസിഡിൻ്റെ കുറവ് കൊണ്ട് ഈ അടുത്ത പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഫോളിക് ആസിഡിൻ്റെ വലിയ റോളുണ്ട്. അപ്പോൾ ഈ അമ്മ ആഴ്ചയിൽ കഴിക്കുന്ന ഈ ഒരു അയൺ ഗുളികയും ഫോളിക് ആസിഡും അടുത്ത പ്രഗ്നൻസിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ അമ്മമാരും. അപ്പോൾ ആഴ്ചയിൽ മടി വിചാരിക്കരുത്, ഒരു അയൺ ഗുളിക ഫോളിക് ആസിഡ് നിങ്ങളെല്ലാവരും കഴിക്കുന്നത് നല്ലതായിരിക്കും. അത് ടിൽ 45 years വരെ, 45 വയസ്സ് വരെ എല്ലാ അമ്മമാരും, അതുപോലെ കൗമാരപ്രായക്കാർ കുട്ടികളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം മൊബൈലില്ലാതെ കൊടുക്കണം എന്നൊക്കെ. അവിടെ വരുന്നൊരു ഏരിയ കുട്ടിയുടെ വാശിയാണ്. അപ്പോൾ കുട്ടി എല്ലാ ഭക്ഷണവും കഴിക്കുന്നില്ല, എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പോൾ കുട്ടി ഈ വാശിയിൽ നിന്ന് എങ്ങനെ മാറ്റിയിട്ട് കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റും? 1. 2, ഈ വാശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ മുലപ്പാൽ കൊടുക്കുന്ന ഒരു ഏരിയയും. അപ്പോൾ കുട്ടിക്ക് വാശിയാണ്, കുട്ടി എപ്പോഴും അമ്മയോട് പാല് ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാശി ഇന്റർപ്രറ്റ് ചെയ്യുന്ന മറ്റൊരു രീതി. ഈ വാശിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇന്നാൾ ഒരു കുഞ്ഞിനെ കൊന്നു, നമ്മൾ വാർത്ത ചെയ്തായിരുന്നു. ഇപ്പം ഒരു മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ കുഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ സൗകര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളൊരു ബുദ്ധിമുട്ടായി മാറും വാശിക്കാരൻ. കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുക കുഞ്ഞുങ്ങളാണ്. അവരുടെ ബ്രെയിനിൻ്റെ 2 വശങ്ങളുണ്ട്. അതിൽ ഒരു വശം എന്ന് പറഞ്ഞാൽ ലോജിക് സൈഡാണ്. അത് ശരി ചെയ്ത് തെറ്റ് ചെയ്ത് എന്നുള്ളത് ഇത് നോക്കി മനസ്സിലാക്കി ചിന്തിച്ച് ചെയ്യാൻ്റെ പ്രായമാവണത് ഒരു 10-18 വയസ്സാവുമ്പോഴാണ്. ആ സമയം അവർക്ക് കുഞ്ഞുനാളിൽ ആകെ ഇമോഷണൽ സൈഡ് മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ. വെച്ചാൽ സന്തോഷിക്കുക, വാശി പിടിക്കുക, കരയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓർക്കുക കുഞ്ഞാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നഴ്സറിയിൽ അധ്യാപകന്മാരെ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സ് കിൻഡർ ഗാർഡനിലേക്ക് അവർ കുട്ടികൾ കൂടെ കളിച്ച് പാട്ട് പാടി തമാശകൾ കാണിച്ച് അവർ കൂടെ ഇഴുകിച്ചേർന്നിട്ടാണ് അവർ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അവർ കുഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മളും അതിൻ്റെ ഒപ്പം വാശി പിടിക്കുക, നമ്മളും കുറച്ച് ഇതാവാൻ പോവുകയാണെങ്കിൽ ഇതെവിടെ പരിഹാരം ആവത്തില്ല. അപ്പോൾ കുഞ്ഞ് വാശി പിടിക്കുമ്പോൾ മനസ്സിലാക്കുക ഇത് കുഞ്ഞാണെന്നും കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നും നമ്മളത് ഓർക്കുക. എന്നിട്ട് അവരുടെ കൂടെ നിൽക്കുക. എന്നിട്ട് അവരെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തുക, സന്തോഷിക്കുക, കളിപ്പിക്കുക. നമുക്കിപ്പോൾ ഒത്തിരി ടെൻഷൻസ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് ഒത്തിരി ടെൻസ്ഡാണ് ലൈഫ്, ജോലിയുടെ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് എത്ര പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റുന്ന വരില്ല. പക്ഷേ നമ്മളിതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് കുഞ്ഞാണെന്ന കാര്യം ഓർക്കുക, ഗീവ് ടൈം ടു ദം. ഏറ്റവും ആവശ്യം അതാണ്. കുഞ്ഞിന് സമയം നമ്മൾ കൊടുക്കുക, റിലാക്സ് ആയിട്ടൊക്കെ. ഒരു ഫുഡ് കഴിയുമ്പോൾ ഇപ്പോഴും മുലപ്പാൽ കുഞ്ഞ് ചോദിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൾ പതുക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ട്രാൻസിഷൻ പതുക്കെ പെട്ടെന്ന് നമുക്ക് എല്ലാ ദിവസവും എല്ലാം നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രാജ്വലി ഫുഡ് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പശുവിൻ്റെ പാല് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലാക്ടോജൻ പൊടി വേണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോർമുല പൊടിക്കൊരു ആഡ് ചെയ്തെന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ നമ്മളിപ്പോൾ ഈ മുലപ്പാൽ കുടിച്ച് വളരുന്ന ഒരു കുഞ്ഞ് ആ ഭക്ഷണം നമ്മൾ ഒരു മധുരമില്ല, നമ്മൾ ഉപ്പ് നമ്മൾ കൊടുക്കാൻ പറയാറുന്നില്ല, പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാൻ പറയുന്നില്ല. കാരണം കുഞ്ഞിൻ്റെ ഈ ചെറിയ കിഡ്നിക്ക് ഈ ഉപ്പ് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഷുഗർ, റിഫൈൻഡ് ഷുഗർ നമ്മൾ കൊടുക്കാൻ പറയുന്നില്ല. കാരണം ഇത് കഴിച്ചു തുടങ്ങി ഞാൻ നോർമൽ ഫുഡ് കഴിക്കാതെയാകും. പക്ഷേ ഇവിടെ ഈ കുഞ്ഞിന് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റും. കാരണം മുലപ്പാലിൽ അത്യാവശ്യം
അക്സെപ്റ്റബിൾ ആണ്, നല്ല മധുരമുള്ളൊരു സാധനമാണ്. അപ്പോൾ കുഞ്ഞിന് നമ്മൾ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോട് താരതമ്യമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഷുഗറിന് പകരം നമുക്ക് ഈ ഈന്തപ്പഴം ആഡ് ചെയ്യുന്ന പാരൻസ് ഉണ്ട്, ആപ്പിൾ ആഡ് ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ പീഡിയാട്രിക് അസോസിയേഷനും നമ്മുടെ ഇതിൻ്റെ പെർട്ടിക്കുലർ കോംപ്ലിമെന്ററി ഫീഡിംഗ് ബുക്കിൽ എഴുതിയിരിക്കുന്ന സാധനം തന്നെയാണ്. നമുക്ക് ശർക്കര കുറച്ച് ഉപയോഗിച്ച് കുഴപ്പമൊന്നുമില്ല, കരിപ്പെട്ടി ഇതൊക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കാണാറുണ്ട്, ന്യൂജൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, പക്ഷേ നമ്മളൊക്കെ അങ്ങനെ ശീലിച്ച് വളർന്നതാണ്. ഇതൊക്കെ നമ്മുടെ പീഡിയാട്രിക് അസോസിയേഷൻ്റെ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. കോംപ്ലിമെന്ററി ഫീഡിൻ്റെ ചാർട്ടിൽ ഞാൻ പ്രത്യേകം ഇന്ന് പോലും രാവിലെ വായിച്ചിട്ട് വരികയാണ്. കുറച്ച് ജാഗറി നമുക്ക് ആഡ് ചെയ്യുന്നത് തെറ്റില്ല. അപ്പോൾ അതിൽ കുഞ്ഞിനെ ഫുഡിൽ കുറച്ചുകൂടി ഫ്രൂട്ട്സ്, നമുക്ക് ഷുഗറി പൾപ്സ് എന്ന് വെച്ചാൽ ഈന്തപ്പഴം കൊണ്ടുള്ള പൾപ്സ് ഉണ്ടാക്കി വെക്കാം, ആപ്പിൾ കൊണ്ട് പൾപ്സ് ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ നമുക്ക് ഇതിൽ പതുക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫുഡിൽ ലിറ്റിൽ മോർ അക്സെപ്റ്റബിൾ. നമ്മളൊരു കോംപ്ലിമെന്ററി ഫുഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. നമ്മുടെ കൾച്ചർ, നമ്മുടെ ബിലീഫ് അക്സെപ്റ്റ് ചെയ്യുന്ന ഫുഡ് ആയിരിക്കണം, ലോക്കലി അവൈലബിൾ ആയിരിക്കണം, നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ഒരു ഭക്ഷണമായിരിക്കണം, ഈസിലി അവൈലബിൾ, നമുക്ക് കോസ്റ്റ്ലി, അത് കോസ്റ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, നമുക്ക് താങ്ങാവുന്നതായിരിക്കണം, കുഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്ന സാധനമായിരിക്കണം, കുഞ്ഞിന് അത്യാവശ്യം അത് റിഫ്യൂസ് ചെയ്യാൻ അങ്ങനെ. പിന്നെ ഈസി ടു പ്രിപ്പയർ, കുക്ക് ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെലക്ട് സമയത്ത് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അമൃതപ്പൊടി ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അമൃതപ്പൊടി കുറച്ച് ഡെൻസ്ഡ് ആണ്, അപ്പോൾ അതിൽ പല കണ്ടൻസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഐഡിയലി ഒരു 9 months 10 months കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുവരെ 1 by 1 ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ റാഗി ആണെങ്കിലും സൂചി ഗോതമ്പ്, കായ, കണ്ണങ്കായ, അതുപോലെ ചോറൊക്കെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറച്ച് ചീര അതിൽ ആഡ് ചെയ്യാം, നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം, വൈറ്റമിൻ എ കിട്ടും, പംകിൻ ആഡ് ചെയ്യാം, വൈറ്റമിൻ എ അതിൽ കിട്ടും. എഗ് യോക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എഗ് യോക്ക് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഗ് വൈറ്റിലേക്ക് പതുക്കെ സ്റ്റോർ ചെയ്യുക. ഫിഷ്, മീറ്റ് ഇതെല്ലാം ഫുഡിൽ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കുഞ്ഞിനെ പഠിപ്പിക്കുക. കുറച്ച് മസാലകൾ ഇതൊക്കെ, കാരണം കുഞ്ഞിന് ഈ 6 മാസം കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവും, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം, അതിന് മണം പിടിച്ചത് ഫുഡിനുള്ള ഇത് കൂടുതലായിരിക്കും. പിന്നെ ചവക്കുമ്പോൾ ആ പ്രിപ്പറേഷൻസ്, അമൈലേസ് വായിക്കകത്തുള്ള ദഹന പ്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ടാവാം, വയറിൽ ഫുഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ടുണ്ടാകും. അതിൽ 6 മാസത്തിൽ 6 മാസം കഴിയുമ്പോൾ സംഭവിക്കുന്നത്. അതാണ് 6 മാസം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുവരെ അമ്മയുടെ പാലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാർബ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഓയിൽ, അതുപോലെ തന്നെ മിനറൽസ്, വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉപ്പ് ശരിക്കും നമുക്ക് അവിടെ ആവശ്യമില്ല. ഉപ്പ് നമുക്ക് സാധാരണ എല്ലാ ഫുഡിലും അത്യാവശ്യം എങ്ങനെയൊക്കെ നാച്ചുറലായിട്ട് അതിൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഈ പറഞ്ഞ ഷുഗറി കണ്ടൻസ് നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് വളരെ മൈന്യൂട്ടായിട്ട്, ഈവൻ അതിന്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ less than 10% പാടുള്ള പറയുന്നത് അളവ്, അത്രയും ഒഴിവാക്കാൻ. റിഫൈൻഡ് ഷുഗർ ആണ്, ഏത് ഷുഗർ ആണെങ്കിലും നമ്മൾ പരമാവധി less than 10%. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വായിച്ചിട്ട് വരുന്ന ഇതിൽ എഴുതിയിരിക്കുന്നത് less than 10% പാടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ. ഷുഗറി ഫുഡ്സ്, ഷുഗറി ഡ്രിങ്ക്സ്, ഷുഗർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കേക്ക്സ്, ബിസ്ക്കറ്റ്സ് ഒക്കെ അത് 2 വയസ്സ് വരെ നമ്മൾ ബേക്കറി ഒക്കെ ഇതിൽ അത്യാവശ്യം ഇത് അടങ്ങിയിട്ടുണ്ട്, ഉപ്പും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഇപ്പോൾ പുറത്തൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ ലണ്ടൻ അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ ഇപ്പം മലയാളികൾ താമസിക്കുന്നുണ്ട്, അവർക്ക് കപ്പിളിന് കുട്ടികളുണ്ട്. അപ്പം അവിടെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന പല ഫുഡ് പ്രാക്ടീസസ് കണ്ടിട്ട് ഇവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ 5 വയസ്സ് വരെ കുട്ടിക്ക് ഉപ്പ്, പഞ്ചസാര എന്നിവ കൊടുക്കുന്നില്ല, കാരണം കുട്ടിയുടെ കിഡ്നിക്കും ലിവറിനും അത് പ്രശ്നമാവുന്നുള്ള രീതിയിൽ പലപ്പോഴും അങ്ങനത്തെ റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാക്ഡ് ഫുഡ്സ്, നൂഡിൽസ് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ആ പ്രാക്ടീസ് ശരിക്കും കേരളത്തിലും നമ്മൾ ചെയ്യേണ്ടതാണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ പ്രശ്നം വെച്ചാൽ ഇതിലെല്ലാം ഈ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിയെ ശരിക്കും ബാധിക്കും. അപ്പോൾ കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പാക്കറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ നാച്ചുറലി അവൈലബിൾ, നമ്മുടെ പണ്ട് മുത്തശ്ശിമാർ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡുകൾ, ഇപ്പം നമുക്ക് അവലൊക്കെ വെച്ചിട്ട് നമുക്ക് റൈസ് ഫ്ലേക്സ്, നമുക്ക് പൊടിച്ചിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമുക്ക് പാൽ ഉപയോഗിക്കാം, ഇപ്പോൾ പശുവിൻ്റെ പാലല്ലെങ്കിലും തേങ്ങാപ്പാൽ ഉപയോഗിക്കാം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നമുക്ക് ഈ പറഞ്ഞ പോലെ ജാഗ്രീസിൻ്റെ ചെറിയ ഇത് സൂപ്പ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂപ്പ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് പാനി, അപ്പോൾ വെളിയിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കരിപ്പെട്ടി, ശർക്കര ഇതൊക്കെ വെളിയിച്ച് വെച്ച ലേശം അതിൽ ലിക്വിഡ് നമുക്ക് ആഡ് ചെയ്യുന്നത് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ്സിൻ്റെ പൾപ്പ് ആഡ് ചെയ്യുന്ന കുഴപ്പമില്ല, നാച്ചുറലി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആപ്പിൾ ആഡ് ചെയ്യുക, അപ്പോൾ അങ്ങനെ ഫുഡ് ടേസ്റ്റി ആക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ തേങ്ങാപ്പാലാണെങ്കിലും അതിനൊപ്പം ഈ പറഞ്ഞ പല പയറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. ചെറുപയർ, വൻപയർ, പല രീതിയിൽ. അപ്പോൾ ഈ പയറുകളെല്ലാം സ്പോട്ട് ചെയ്ത് മുളപ്പിച്ചിട്ട് അതിൻ്റെ പൗഡർ ആക്കിയിട്ട് അതും നമുക്ക് ഈ ഫുഡിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഗോതമ്പിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ അരിയുടെ ഒപ്പോ നമ്മുടെ റൈസ് പൊടിയുടെ ഒപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പലർക്കും അറിയാൻ പറ്റും. ഇതിന് പല വീഡിയോസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ നമ്പറോട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് എനിക്കൊന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫുഡ് എന്താ വേണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് അയച്ചു തരാം. ഓക്കെ. ഈ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കുട്ടികളെ ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾ വാശി പിടിക്കുമ്പോഴേക്കും ഫോൺ കൊടുക്കുക.
അപ്പോൾ അതൊക്കെ കുട്ടികൾ ഈ കോക്കോമെലൺ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ആനിമേറ്റഡ് സീരീസിനൊക്കെ വല്ലാത്ത ഒരു അഡിക്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഇതിനകത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഈ കോക്കോമെലൺ കാണുമ്പോൾ കുട്ടികൾ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഭീകരമായിട്ടുള്ള അഡിക്ഷനും ഇപ്പോൾ ഫോണില്ലെങ്കിൽ കുട്ടികൾ വല്ലാതെ വയലൻ്റ് ആവുന്ന രീതികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കാനാണെങ്കിലും ശരി, മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ശരി, അതിനെ നമ്മൾ ഏത് ഘട്ടത്തിലാണെന്ന് റെഗുലേറ്റ് ചെയ്യേണ്ടത്? കുട്ടിക്ക് എപ്പോഴാണ് ഫോൺ കൊടുക്കേണ്ടത്? അതിനൊരു പ്രായമുണ്ടോ? ഇല്ല, ഐഡിയലി നമ്മൾ പറയുക വെച്ചാൽ 3 വയസ്സ് വരെ സ്ക്രീൻ ടൈം പരമാവധി ഓഫ് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു പ്രാക്ടീസിൽ എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നതാണ്. കാരണം 1 വയസ്സിൽ അമ്മ എന്ന് വിളിച്ച് ഒരു കുഞ്ഞ് വന്നത് കോവിഡ് കാലത്ത് ഫുൾ ടൈം ഫോണിൽ ഇരുന്നിട്ട് 2 വയസ്സ് കഴിഞ്ഞ് അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ അമ്മയുടെ മുഖത്ത് കുഞ്ഞ് നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. കാരണം ഫുൾ ടൈം ഫോണിലായിരുന്നു കുഞ്ഞ്. അപ്പോൾ ഇതെല്ലാം ഓട്ടിസത്തിൻ്റെ തന്നെ വേറൊരു സ്പെക്ട്രത്തിലേക്ക് പോവുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഫോണിൽ ഇരുന്നിട്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഐ കോൺടാക്ട്സ് ഇല്ല, സംസാരമില്ല, ലാംഗ്വേജ് ഡിലേ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോ സ്ക്രീൻ ടൈം. ഇനിയിപ്പോൾ ഫാദർ എബ്രോഡാണ്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, പാരൻ്റ് ഗൈഡൻസിൽ കുറച്ച് നേരം വേണമെങ്കിൽ വീഡിയോ കോളിൽ കുഞ്ഞിനെ ഫാദറിനെ കാണിക്കാം. അതല്ലാതെ നമ്മൾ ഫോണായിട്ട് യാതൊരു കോൺടാക്റ്റും പാടില്ല. 2 വയസ്സ് 3 വയസ്സ് വരെ അബ്സല്യൂട്ട്ലി നോ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷമാണെങ്കിലും അരമണിക്കൂറിൽ കൂടുതൽ അത് ഗൈഡഡ് ആയിട്ട് നമ്മൾ മാത്രം പാരൻ്റൽ ഗൈഡൻസിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. റെസ്ട്രിക്ട് ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം അത് കുഞ്ഞിൻ്റെ കാരണം കുഞ്ഞിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഫോൺ കൊടുക്കരുത്. നമ്മളതിനെ കൊണ്ടു നടന്ന് നാച്ചുറലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ പോകുമ്പോൾ അമ്മമാരൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഒക്കത്തിരുത്തിയിട്ട് കൊണ്ടു നടന്ന് കാറ്റും വെയിലൊക്കെ കൊള്ളിച്ച് ചെറിയ വെള്ളങ്ങളൊക്കെ കാണിച്ചും മരങ്ങളെ കാണിച്ചും കിളികളെ കാണിച്ചും അണ്ണാരക്കണ്ണ കാണിച്ചും കഥകൾ പറഞ്ഞ് കൊണ്ടു കടന്ന് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല ഗുണങ്ങൾ വെച്ചാൽ സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും, നാച്ചുറലായിട്ട് അമ്മയ്ക്കും കിട്ടും കുഞ്ഞിനും കിട്ടും. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ കുഞ്ഞ് ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനും ഇമ്മ്യൂണിറ്റി കൂടാനും, അതുകൂടാതെ അവനെ ഈ പറഞ്ഞ പുതിയ ഭാഷകൾ പഠിക്കാനും സംസാരം ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷനും ഇതെല്ലാം. അപ്പം നമ്മൾ ഫോണിൽ നിന്ന് മാറിയിട്ട് കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുത്തി കൊടുക്കാന്നുള്ളത് 90 ഡിഗ്രി കീപ്പ് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും. ബോഡി, ലെഗ്, നീ എല്ലാം 90 ഡിഗ്രിയിൽ. അതുകൂടാതെ തന്നെ നമ്മൾ പുറത്ത് പോയിരിക്കുകയാണെങ്കിലും നമ്മൾ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ രീതിയിൽ ഇരുത്തുക. പിന്നെ നമ്മൾ ഫുഡുമായിട്ട് അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുഞ്ഞും അമ്മയും തമ്മിൽ ഐ കോൺടാക്ട് നിർബന്ധമാണ്. പിന്നെ കുഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഹാൻഡ് വാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ടൈം ടു ടൈം ഇപ്പോൾ ഈ നമ്മൾ 6 മാസം കൊടുക്കുന്ന ഫുഡ് ആയിരിക്കില്ല 7 മാസം വരുമ്പോൾ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കൂട്ടും, ടെക്സ്ചർ കൂട്ടും. കാരണം കുഞ്ഞ് കുറച്ച് പല്ലൊക്കെ വന്ന് തുടങ്ങും, കടിക്കാൻ തുടങ്ങും, നമുക്കറിയാം മോണൊക്കെ ബലം വെച്ച് തുടങ്ങും. അപ്പോൾ കുറച്ച് തട്ടും തരിയും കിട്ടുന്ന കുഞ്ഞിന് സന്തോഷമായിരിക്കും. അപ്പോൾ ആ ഫുഡിന് നമ്മൾ 8-9 മാസം ആകുമ്പോഴേക്കും ഫിംഗർ ഫുഡൊക്കെ കൊടുക്കുക. കുറച്ച് കുഞ്ഞിനെ കൈ പിടിച്ച് കടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ ഫുഡിൽ കൊണ്ടുവന്നിട്ട് 1 വയസ്സാകുമ്പോഴേക്കും നമ്മൾ ഫാമിലി പ്ലേറ്റ് എന്ന് പറയും, നമ്മൾ കൂടെ ഇരുത്തി വീട്ടിലെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള രീതിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരും. അപ്പോൾ ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് ഓരോന്നോരോന്നര ആഡ് ചെയ്ത് കുഞ്ഞിനെ നോക്കുമ്പോൾ ഈസി ആയിട്ട് കഴിക്കും. അതെല്ലാം മീറ്റും കുറച്ച് മീറ്റ് ആഡ് ചെയ്യുക, കുറച്ച് എഗ്ഗ് ചെയ്ത് ആഡ് ചെയ്യുക, കുറച്ച് ഫിഷ് എല്ലാം മാറി മാറി കൊടുത്ത് നോക്ക്. ദേ വിൽ എൻജോയ് ഈറ്റിംഗ് ദ ഫുഡ്. നമ്മൾ ഒന്നും കൊടുക്കാതെ ചുമ്മാ കുറുക്കെന്നും പറഞ്ഞിങ്ങനെ 1 വയസ്സ് വരെ കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഫുഡിനോട് ഒരു വെറുപ്പ് തോന്നും. നമ്മൾ ഫോഴ്സ് ഫീഡിങ് അല്ലോട് ആവശ്യം, നമ്മളത് റെസ്പോൺസിബിൾ ഫീഡിംഗ് ആണെന്ന് ആവശ്യം. നമ്മൾ കോഴിക്കുഞ്ഞിനല്ല വളർത്തുന്നത്, നമ്മുടെ മനുഷ്യക്കുഞ്ഞാണ് വളർത്തുന്നത്. കോഴിക്കുഞ്ഞിന് ഇതിൽ ഇട്ട് കൊടുത്തു തിന്ന് പോയാൽ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് റെസ്പോൺസീവ് ഫീഡിങ് അവരെ കൂടെ നിന്ന് സമയം എടുത്ത് ഒരു നോട്ട് മോർ ദാൻ ഹാഫ് ആൻ അവർ, അരമണിക്കൂർ കൂടുതൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് ബോറടിക്കും. അപ്പോൾ അതിനുള്ളിൽ തീർക്കാവുന്ന രീതിയിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷനിൽ കുഞ്ഞിനോട് പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് മയക്കെടുത്ത് കഴിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ജെൻസി ജനറേഷൻ ആണല്ലോ ഇപ്പോൾ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് ഇപ്പോൾ യൂത്ത് അല്ലെങ്കിൽ യങ് ജനറേഷൻ. അപ്പം അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികൾ അവരെങ്ങനെ നോക്കും എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഒരു രൂപരേഖ വന്നിട്ടില്ല. കാരണം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് 80s 90s ബാച്ചിൻ്റെ തന്നെ കുറേ രീതികളാണ്. പക്ഷേ 90s വരുമ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി മാറി. ഇന്നൊരു 2 വയസ്സായ കുട്ടിക്കോ അല്ലെങ്കിൽ 1-1.5 വയസ്സായ കുട്ടിക്കൊക്കെ തന്നെ ഫോൺ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് എടുത്ത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിയേറ്ററിനെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തി കഴിക്കാനൊക്കെ കുട്ടി ഇന്ന് കേപ്പബിൾ ആണ്. അത് ഒക്കെ ഒരു രീതിയിൽ നല്ല വശമാണ്. അപ്പോൾ ജെൻസി പാരൻസിനോട് അല്ലെങ്കിൽ ജെൻ ആൽഫ കിഡ്സിൻ്റെ പാരൻസ് ആവാൻ പോകുന്നവരോട് സ്വയം എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുക? ഇപ്പം ഞാനിപ്പോൾ റീൽസ് പല പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ വ്യൂസ് കംപ്ലീറ്റ്ലി കുറവ്. ഇൻസ്റ്റയിലാണ് ഇപ്പോൾ എല്ലാവരും മാക്സിമം റീച്ച് പോകുന്നത് അവിടെ. കാരണം ഇവരെല്ലാവരും സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിലാണ് എല്ലാവരും ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഏറെക്കുറെ നല്ലതുണ്ടാവാം, അക്സെപ്റ്റ് ചെയ്യുന്നത് ഉണ്ടാവണം. അപ്പം കറക്റ്റായിട്ടുള്ള പീഡിയാട്രിഷ്യന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാം, ഗൂഗിൾ ചെയ്ത് നോക്കാം, ChatGPT ഉണ്ട്, നോക്കാം, പഠിക്കാം. നിങ്ങൾ പോകുന്ന ഡോക്ടറോട് ഓപ്പണായിട്ട് സംസാരിക്കാം. നിങ്ങൾ കേൾക്കുന്ന ഡോക്ടർ, നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ, ഇതെല്ലാം കുഞ്ഞിൻ്റെ ഓരോ മാസം ഡെവലപ്മെൻറ്റ് ചോദിക്കുന്ന ഡോക്ടർ, കുഞ്ഞ് സംസാരിച്ചോ ചിരിച്ചോ അമ്മയെ നോക്കുന്നുണ്ടോ, അത് കുഞ്ഞിൻ്റെ വെയിറ്റ് പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്ത് ലെങ്ത്ത് നോക്കി കുഞ്ഞിൻ്റെ മറ്റേ വാക്സിനേഷൻ കാർഡിലെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന ഡോക്ടർ,
തിരക്ക് പിടിച്ച ഒരാളുടെ അടുത്ത് നിങ്ങൾ പോകണമെങ്കിൽ ഞാൻ ഉപദേശിക്കുന്നില്ല. നിങ്ങളോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും താല്പര്യമുള്ള ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. ഈ ന്യൂ ജനറേഷൻ ഡോക്ടർമാർക്ക് ഇതിന് കുറച്ച് താല്പര്യമുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ആക്റ്റീവായിട്ട് സോഷ്യലി നിങ്ങൾ ഇൻവോൾവ് ആകാനും നിങ്ങളുടെ കൂടെ പറഞ്ഞു തരാനൊക്കെ. അങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോവുക, കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന പോലെ പറഞ്ഞ പോലെ നിങ്ങളുടെ രക്ഷിതാക്കളും പാരൻസും മുത്തശ്ശിമാരൊക്കെ നാട്ടിലുണ്ട്. ഇടയ്ക്കൊക്കെ അവരുടെ അടുത്ത് പോകുമ്പോൾ അവർ ഉപദേശങ്ങൾ തേടുക. കാരണം അവർ ഒരു കുഞ്ഞിനെയല്ല വളർത്തിക്കുക, അവർ 10 പിള്ളേരെ വളർത്തിയിട്ടുണ്ടാവും. ആ ഒരു അനുഭവ സമ്പത്ത് അവരുടെ കയ്യിൽ ലാവിഷായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ച് അവരുടെ അടുത്ത് നേരിട്ട് മേടിക്കുക, ടിപ്സൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. തിരക്കുകളെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. കാരണം ഈ പിള്ളേരുണ്ടാവുന്നില്ല, അവർ ശ്രമിക്കുന്നില്ല. ഒരു കുഞ്ഞ് മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോകുന്നത്. കുഞ്ഞുങ്ങൾ വളർത്താനുള്ള ക്ഷമയില്ല അവർക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് മാറി ഇപ്പോൾ നാളെ നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ നമ്മളൊക്കെ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനോ ഈ കൂട്ടുകാരോ ഈ സോഷ്യൽ മീഡിയ കുറേ കഴിയുമ്പോൾ നമുക്ക് മടുത്ത് വരുന്നതാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ സംസാരിക്കാനോ സമയം കണ്ടെത്താനോ നമ്മുടെ ഉള്ളു തുറക്കാനോ ഇതൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു കുടുംബം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അത് അണുകുടുംബം അല്ലെങ്കിൽ കൂട്ടുകുടുംബം ഇതെല്ലാം നമുക്ക് വേണം. അതിലേക്ക് എത്തിപ്പെടാൻ വെക്കേഷൻസിന് കുട്ടികളുമായിട്ട് നാട്ടിലേക്ക് പോവുക, പാരൻസുമായിട്ട് ഇടപഴകുക, കസിൻസായിട്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഒരു ഫ്ലാറ്റിനകത്ത് അടച്ച് ഇരിക്കാതെ മക്കളെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആ ഒരു സംസാരിക്കാൻ ഡിലേ വരുന്ന കുഞ്ഞുങ്ങൾ അംഗനവാടി കൊണ്ട് ഇട്ട് നോക്കൂ, അവൻ സ്പീച്ച് ഡെവലപ്പ് ആവേണം. അല്ലെങ്കിൽ അവിടെ കൂട്ടായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കാത്ത കൊച്ചു അവിടെ പോയിരുന്ന എല്ലാവരും കഴിക്കണം കാണുമ്പോഴും അവൻ കണ്ട് അവൻ കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏർലി ആയിട്ട് നമ്മൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിക്കുക. അതിനെ കുറച്ചുകൂടി നമ്മളൊന്ന് ഓപ്പൺ ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു ടേക്ക് കെയറിങ് എന്നുള്ളൊരു ഏരിയ വരുന്നുണ്ടല്ലോ. അപ്പോൾ 6 മാസമൊക്കെയാണ് പലപ്പോഴും ഒരു അമ്മയ്ക്ക്, ഇപ്പോൾ ഓഫീസ് ജോലികളൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് മെറ്റേണിറ്റി ആയിട്ട് സാധാരണ ലീവുകൾ കൊടുക്കാറ്. അതിനുശേഷം ഈ കുട്ടിയെ ആര് നോക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കപ്പിളുകളുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും ഇപ്പോൾ കേരളം വിട്ട് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ ഒക്കെ പോലുള്ള സിറ്റികളിലൊക്കെ 6 മാസം ആകുമ്പോഴേക്കും കുട്ടികളുടെ ഡേ കെയറിലൊക്കെ കൊണ്ടാക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് വൈകുന്നേരം കുട്ടിയെ തിരിച്ചു വാങ്ങിയിട്ട് പിന്നെ അവർ നോക്കുന്ന ഒരു രീതി. ഇത് അഡ്വൈസബിൾ ആണോ? അല്ലെങ്കിൽ ഡേ കെയറിൽ ഒരു കുട്ടിയെ കൊണ്ടാക്കി ആ കുട്ടിയെ പാരൻസിൻ്റെ ഒരു സമയ സൗകര്യത്തിനനുസരിച്ച് നോക്കുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയാണ്? അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ? ഇന്നിപ്പോൾ ഒരു പാരന്റിന്റെ അടുത്ത് വന്നിരുന്നു, ഒരു അമ്മ വന്നിരുന്നു, ദുബായിൽ നിന്ന് വന്നതാണ്, അബുദാബിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് മാഡം വർക്ക് ചെയ്യുന്നുണ്ട് ചോദിച്ചു. പുള്ളിക്കാരത്തി ജോലി വെച്ചാൽ വില്ലയാണ്. അപ്പോൾ വില്ലയിലുള്ള എല്ലാ കുട്ടികളെയും പുള്ളിക്കാരത്തി നോക്കുന്നത്, ഇൻക്ലൂഡിങ് ഹെർ ചൈൽഡ്. ബാക്കി പാരൻസ് ഒക്കെ ജോലിക്ക് പോവാണ്, പുറത്തൊന്നും എടുക്കുന്നില്ല. അവർ ആ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ അവരെ വീട്ടിൽ നോക്കുകയാണ്, പരിപാലിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് ചെറിയ സോഴ്സ് ഓഫ് ഏണിംഗും ഉണ്ട്. അവർ അമ്മയാണ്, അപ്പോൾ അവർ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷനും സേഫ്റ്റിയും തീർച്ചയായിട്ടും അവിടെയുണ്ട്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കുഴപ്പമില്ല, ഒരു പരിധി വരെ. അതൊക്കെ നമുക്ക് ജീവിക്കണം, മുന്നോട്ട് പോകണം, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യണം. കുഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ പാരൻസ് കൂടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നമ്മൾ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള തെറ്റില്ല. അതുപോലെ മിക്ക ഓഫീസുകളിലും ക്രഷ് ഉണ്ട്, കുട്ടികളെ കൊണ്ട് ഇരുത്താം, അവിടെ നോക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് പാല് കറന്ന് വെച്ച് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഈ ഫോർമുലയിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ലത് അമ്മയുടെ പാല് കറന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് ബാഗ് ഉണ്ടാക്കാം, ആ പാല് തന്നെ കുഞ്ഞിനെ ഊട്ടി വളർത്താം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോസിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. എല്ലാ ഇൻഫർമേഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമുക്ക് സംസാരിക്കാനായത്. ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തളിരിൽ ആണ് വളം വയ്ക്കേണ്ടത്, കതിരിലല്ല എന്നുള്ളത്. അപ്പോൾ തളിരിൽ വളം വയ്ക്കുന്നതിനെ പറ്റിയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാറുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ സാധിക്കാനായി. ഇനിയും കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ കൂടി ഈ വീഡിയോയ്ക്ക് ഒപ്പം ഞങ്ങൾ ചേർക്കുകയാണ്. നേരത്തെ ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.